ശ്രീ കെ എൻ ബാലഗോപാൽ 12 മിനിറ്റ്. സാർ, ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ് സാർ. അത് ഈ ബഡ്ജറ്റിൻ്റെ സമീപനം കൊണ്ടാണ്. തൊട്ട് മുമ്പ് ജനുവരി മാസം 29-ാം തീയതി അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റുണ്ട്. ആ ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും തുടർച്ച എന്ന നിലയിൽ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. സാർ, ഈ ബഡ്ജറ്റ് 10 വർഷത്തിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന, നേരത്തെയുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാലത്തും ഉണ്ടായിരുന്ന സമീപനങ്ങളിൽ നിന്നൊക്കെ മാറ്റി ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ പൊതുമേഖലയെ, പൊതുവിൽ നമ്മുടെ ജനങ്ങളെ ആകെ സഹായിക്കുന്ന, എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുന്ന നിലപാടുകളെ തമസ്കരിക്കുന്ന ഒരു നിലപാടാണ് ഈ ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. സാർ, അത് തയ്യാറാക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ഒരു പശ്ചാത്തലം തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു ധവളപത്രം തയ്യാറാക്കി. ആ ധവളപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ ഉള്ളി പൊളിച്ചതുപോലെയായി സാർ. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ഒരു കാര്യവും അതിനകത്തില്ല എന്നുള്ളത് വ്യക്തമായി. അതിനകത്ത് ആ ടീം തയ്യാറാക്കിയ ബഡ്ജറ്റ്, ആ ധവളപത്രം തയ്യാറാക്കിയതിനെ സംബന്ധിച്ച് വളരെ രഹസ്യമായ സീക്രട്ട് സെക്ഷൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടെ AIക്ക് കൊടുത്തു തുടങ്ങിയ തർക്കങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതിനകത്തെ ടേബിളുകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ പറ്റി, നേരത്തെയുള്ള കഴിഞ്ഞ 10 വർഷക്കാലത്തെ പറ്റി കെട്ടിച്ചമച്ച കഥകൾ പലതും തെറ്റാണെന്ന് പറയുന്ന തരത്തിലുള്ള കണക്കുകൾ അതിലുണ്ട് സാർ. സാർ, ആ കണക്കുകൾ എല്ലാം പറയാനുള്ള സമയം ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ ചെറിയ സമയമുള്ളൂ സാർ. എങ്കിലും GSDPയുടെ വളർച്ചയുടെ കാര്യമെടുത്താലും, ആകെയുള്ള നികുതി വരുമാനത്തിൻ്റെ കാര്യമെടുത്താലും ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്ക് മുന്നിൽ വരാനായിട്ട് ഈ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞു. അതിനകത്ത് സാർ 7.9% സ്ഥിരമായിട്ട് തന്നെ 7.9% എന്ന നിലയിലേക്ക് ഒരു വളർച്ചാ റേറ്റുമായിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞു. സാർ, UDF കാലത്തുണ്ടായിരുന്ന ആ വളർച്ച അന്നത്തെ ആവറേജ് 5.52% ആയിരുന്നു. പിന്നീടത് ഒരു ഘട്ടത്തിൽ 3.89% ചുരുങ്ങി. അതിനുശേഷം വന്ന UDFൻ്റെ ഭരണത്തിന് ശേഷം വന്ന കാലത്ത് കോവിഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് ഈ പറഞ്ഞ തരത്തിലേക്ക് നമുക്ക് വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇത് ഞാൻ പറയുന്നത് സ്വന്തമായി തയ്യാറാക്കിയ ഒരു കണക്കല്ല സാർ. ഇത് CAG കണക്കുകളനുസരിച്ചുള്ള റിപ്പോർട്ടുകളാണ് പറഞ്ഞത് സാർ. ഈ വളർച്ചയുടെ ശതമാനം ചില ഘട്ടങ്ങളിൽ ഇമ്മീഡിയറ്റായിട്ട് കോവിഡ് കഴിഞ്ഞ സമയത്ത് നമുക്ക് നല്ലതുപോലെ വളർച്ച വന്ന സമയമടക്കമുണ്ട് GSDPയുടെ. സാർ, നമുക്ക് സംസ്ഥാന ഗവൺമെൻറ് ഈ വളർച്ച ഉണ്ടായി എന്ന് മാത്രമല്ല, ആകെ വരുമാനത്തിൻ്റെ കാര്യത്തിലും ഈ നേട്ടം ഉണ്ടായി എന്നുള്ളത് കണക്കുകളാണ് സാർ. ഇതെല്ലാം ആ ടേബിളുകൾ നോക്കുമ്പോൾ, ധവളപത്രത്തിനൊപ്പം ഉള്ള ടേബിൾ നോക്കുമ്പോൾ ആ കണക്കുകളെല്ലാം അതിനകത്തുണ്ട്. ആ ടേബിൾ, അതുകൊണ്ടാണ് ഒരു പ്രമുഖ ചാനൽ ചർച്ചയിൽ ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞത്, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് A+ മാർക്ക് കൊടുക്കുന്ന ഒരു ധവളപത്രമായി പോയി. കാരണം ടേബിളുകളിൽ ആ കണക്കാണ് സാർ. ഒരു ഗവൺമെൻറ് വരുമ്പോൾ കണക്കുകൾ പുതുതായി വെച്ച് ചിലപ്പോൾ ചില വാദങ്ങൾ ഉന്നയിക്കേണ്ടി വരും. പക്ഷേ ആ കണക്കുകൾ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കുന്നതായിരിക്കണം സാർ. ഇവിടെ ഈ ടേബിൾ വെച്ചിട്ട് എന്താ അത് പറയാൻ ശ്രമിച്ചത്? പ്രൈവറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ശ്രമിച്ചത് സാർ. പ്രൈവറ്റൈസേഷന് വേണ്ടി പറയാൻ ശ്രമിച്ചത് സാമ്പത്തിക പരിമിതി കാരണം പ്രൈവറ്റൈസേഷൻ വേണമെന്നാണ്. സാമ്പത്തിക പരിമിതിയുടെ കാര്യം അതിൽ പറയുമ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ 1,17,000 കോടി തൊട്ട് മുമ്പത്തെ 5 വർഷക്കാലം, അതിനു മുമ്പത്തെ 5 വർഷക്കാലം ശരാശരി 70,000 കോടിക്കടുത്ത് ഒരു വർഷം ചിലവാക്കിക്കൊണ്ടിരുന്നിടത്തുനിന്ന് അത് വർദ്ധിച്ച് 1,70,000 കോടിയിലേക്ക്, 1,60,000 കോടി, അവിടുന്ന് 1,17,000 കോടി, അതിനുശേഷം 1,70,000 കോടി വാർഷിക നിലയിൽ ചിലവാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളം മാറി എന്നുള്ള കണക്കുകളുണ്ട് സാർ. ആ കണക്കുകളെല്ലാം ഉണ്ട് എന്നുള്ളത് കാണാതെ കേരളത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് സാർ. എല്ലാ തരത്തിലും കടം വർദ്ധിക്കുന്ന കാര്യം ഉൾപ്പെടെ പറഞ്ഞ തെറ്റായ കണക്കുകളാണ്. ഞാൻ ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് അതിന് സമയമെടുക്കുന്നില്ല സാർ. സാർ, കേരളത്തിൻ്റെ 25 വർഷത്തെ 30 വർഷത്തെ ചരിത്രം എടുത്താൽ ഓരോ 5 വർഷവും കടം 90%-ഓ 100% വെച്ച് വർദ്ധിച്ചിരുന്നെങ്കിൽ അത് LDFൻ്റെയും UDFൻ്റെയും പഴയകാല കണക്കെടുക്കാം. ആദ്യമായിട്ട് 62% മാത്രമേ കടം വർദ്ധിച്ചുള്ളൂ. അതുപോലെ നമ്മുടെ ആകെയുള്ള കടം തൊട്ട് മുമ്പത്തെ CAG റിപ്പോർട്ട് അനുസരിച്ച്, കഴിഞ്ഞ മാർച്ച് മാസത്തിന് മുമ്പുള്ള കണക്ക് വെച്ചിട്ട്, പ്രാഥമിക കണക്കനുസരിച്ച് സാർ 33.6% നമ്മുടെ ആകെ കടം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 57% നിൽക്കുമ്പോഴാണ് നമുക്ക് 33.6%. സാർ, GSDPയുടെ കണക്കിനകത്തും കേന്ദ്രം പറയുന്ന GSDPയുടെ കണക്കുമായി പരിശോധിച്ച് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ കണക്കുകളെല്ലാം നിൽക്കുമ്പോൾ പൊതുവിൽ നമ്മുടെ വരുമാനത്തെ സംബന്ധിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് പറയേണ്ടതാണെന്ന് കരുതുന്നു. 20,000 കോടി രൂപയിലധികം അധികമായിട്ട് ഞങ്ങൾ കണക്കിൽ എഴുതി വെച്ചു. സാർ, ബഡ്ജറ്റ് കണക്ക് തയ്യാറാക്കുന്ന സമയത്ത്, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത്
16-ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടില്ല. സാർ, റിപ്പോർട്ടിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ട് കൊടുത്ത ഡിമാൻഡ് അനുസരിച്ചുള്ള എക്സ്പെക്റ്റേഷൻ പറഞ്ഞു. സാർ, കഴിഞ്ഞ 15 ധനകാര്യ കമ്മീഷൻ്റെ സമയത്തും R&D ഗ്രാൻഡ്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എല്ലാം സംസ്ഥാനം കൊടുത്തിരുന്നു. ഇത്തവണ ഇതാദ്യമായിട്ട് കിട്ടില്ല എന്ന് നമുക്ക് പ്രശ്നം വെച്ച് നോക്കാൻ പറ്റില്ല. സാർ, ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പുള്ള 15-ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് ആദ്യത്തെ വർഷം 19,000 കോടി, രണ്ടാമത്തെ വർഷം 13,000 കോടി, മൂന്നാമത്തെ വർഷം 4,000 കോടി എന്ന നിലയിലാണ് കിട്ടിയത് എന്നുള്ളതുകൊണ്ട് 14,500 കോടി എക്സ്പെക്ട് ചെയ്ത് വെച്ചു. സാർ, അത് കിട്ടിയില്ല. ശരിയാണ്, നമ്മൾ ഡിനൈ ചെയ്യുന്നില്ല, കിട്ടിയിട്ടില്ല. സാർ, ബാക്കി കണക്കുകളൊന്നും ഇല്ല. അതെന്താ അങ്ങനെ വെക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? സാർ, ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് തന്നിട്ടില്ല ഈ പണം, 10,000 കോടിയാണ് ഞങ്ങൾക്ക് ഈ വർഷം കുറവ്. അതുകൊണ്ട് അദ്ദേഹം പോയി ഡൽഹിയിൽ പോയി ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും കണ്ടു. അവരുടെ അസംബ്ലി റെസൊല്യൂഷൻ പാസ്സാക്കി. ഇവിടെ ആ റെസൊല്യൂഷൻ പാസ്സാക്കണമെന്ന അഭിപ്രായം. കാരണം 42% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ 4 ലക്ഷം കോടി വിവിധ സംസ്ഥാനങ്ങൾക്കായിട്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുത്തിരുന്നു. ഇത്തവണ അതൊരു 6 ലക്ഷം കോടിയെങ്കിലും കാണും. ATR റിപ്പോർട്ടുണ്ട് സാർ, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്. ATR കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ATRലെ 6ാമത്തെ പോയിൻ്റായിട്ട് അവർ പറഞ്ഞേക്കുന്നത്, ധനകാര്യ കമ്മീഷൻ പറഞ്ഞു ഇപ്രാവശ്യം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുക്കേണ്ടതില്ല. പക്ഷേ ഗവൺമെൻറ് അതിനകത്ത് തീരുമാനമെടുത്തില്ല. നോട്ടഡ് എന്നേ പറഞ്ഞുള്ളൂ. ബാക്കി എല്ലാ തീരുമാനവും ഗവൺമെൻറ് അക്സെപ്റ്റഡ് എന്നാണ്. ഇത് നോട്ടഡ് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? ഇത് അവർ തീരുമാനിച്ചിട്ടില്ല, തരാനുള്ള സാധ്യതയുണ്ട്. സാർ, ആരാണ് ഭരിക്കുന്നത് എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങളായിരുന്നു നേരത്തെ അപ്പുറത്ത്, ഇപ്പോൾ ഞങ്ങൾ ഇപ്പുറത്താണ് ഇരിക്കുന്നത്. പക്ഷേ കേരളത്തിന് കിട്ടാനുള്ള ആ പണം വാങ്ങാൻ നമുക്ക് സംയുക്തമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാൻ. അപ്പോൾ അതുകൊണ്ട് ബഡ്ജറ്റ് വെട്ടിക്കുറച്ച് ഇനി കിട്ടത്തില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അവർ പ്രതീക്ഷിക്കില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങൾ 10,000 കോടിയാണ് സാർ ധനകാര്യ കമ്മീഷൻ്റെ വർധന വന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും ഉണ്ട്. ഈ കാര്യത്തിനകത്ത് അത് മേടിച്ചെടുക്കണം. അതുണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ കണക്കുകൾ എന്നുള്ളത് അതിനകത്തുണ്ട്. അപ്പം ആ കണക്ക് ഇവിടെ പറയുമ്പോൾ മറുപടി മുഖ്യമന്ത്രി പറയും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ സാർ, ഇവിടെ വാദിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പല കാര്യവും അങ്ങനെ പറഞ്ഞതുകൊണ്ട് പുറത്ത് ഇപ്പോൾ അല്ലാതെ വരുന്നുണ്ടല്ലോ. ഈ കണക്കുകൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിത് പറയുന്നത് സംയുക്തമായിട്ട് കേന്ദ്രത്തിനടുത്ത് ഇവിടുത്തെ MP മാരവിടെ ശബ്ദം ഉയർത്തണം, നമ്മളിവിടെ റെസൊല്യൂഷൻ പാസ്സാക്കണം, ആ പണം മേടിച്ചെടുക്കണം. സാർ, ഇതെല്ലാം പറഞ്ഞത് എന്തിനാ? ഇവരെന്തിനാ ഇതൊക്കെ ധവളപത്രത്തിനകത്ത് ഇതെല്ലാം പല ഫാക്റ്റുകളും ഫാക്ച്വലായിട്ട് അത്ര കറക്റ്റല്ലാതെ വെച്ചത്? സാർ, പ്രൈവറ്റൈസേഷൻ്റെയും ഭരണപരമായി ഈ ബഡ്ജറ്റ്, ഈ ഗവൺമെൻറ് നയം സാർ രാഷ്ട്രീയമായി, ഭരണപരമായി, സാമ്പത്തിക ആരോഗ്യപരമായി ശരിയായ ദിശയിലല്ല. സാർ, രാഷ്ട്രീയമായി ഇന്ത്യക്കൊരു നയമുണ്ട്. ഇവിടെ നെഹ്റുവിൻ സോഷ്യലിസത്തെ പറ്റി പറഞ്ഞു, നമ്മുടെ പഞ്ചവത്സര പദ്ധതികളെ പറ്റി പറഞ്ഞു. സാർ, നമുക്കിപ്പോഴും പ്ലാനിംഗ് ബോർഡും പ്ലാനിംഗ് സംവിധാനമുണ്ട്. അത് ഒരു തിങ്ക് ടാങ്ക് മാത്രമാക്കി മാറ്റേണ്ടതില്ല. ഇനി എങ്ങനെയാണോ മാറ്റാൻ പോകുന്നത്, ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കിയത് തിങ്ക് ടാങ്ക് മാത്രമായി മാറുന്നു എന്നാണ്. എന്തായാലും ആ പ്ലാനിംഗ് ബോർഡിൻ്റെ കാര്യത്തിനകത്ത് സംശയമുണ്ട്. സാർ, കൃത്യമായ പദ്ധതി വെച്ച് മുന്നോട്ട് കൊണ്ടുവന്ന സംവിധാനം ഇന്ത്യ ഗവൺമെൻറ്റിലില്ല. ഇവിടെ ഈ തിങ്ക് ടാങ്കും പ്ലാനിംഗ് ബോർഡും മാത്രമല്ല സാർ. ഒന്നാമത്തെ ശുപാർശ എന്താ? ഇലക്ട്രിസിറ്റി മേഖല സ്വകാര്യവൽക്കരിക്കണം. രണ്ടാമത്തെ കടലും കായലും ജലമേഖലയാകെ സ്വകാര്യവൽക്കരിക്കണം. മൂന്നാമത്തത് നമ്മുടെ ആകാശം. സാർ, ഇത് കൃത്യമായിട്ടാണ്. പോർട്ടുകൾ, തുറമുഖങ്ങളെ പറ്റി, രണ്ടാമത് സിവിൽ ഏവിയേഷൻ രംഗത്തെ പറ്റി, പിന്നെ ഇലക്ട്രിസിറ്റി, പിന്നീട് കരിമണൽ. സാർ, ഈ കാര്യത്തെപ്പറ്റി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി രംഗത്ത് ഞാൻ പറയുന്നു, വൈദ്യുതി രംഗത്ത് കഴിഞ്ഞ 10 വർഷക്കാലം ഇല്ലാത്ത പവർ കട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത്? ഇപ്പോഴാണോ എൽ നിനോ ഉണ്ടായത്? സാർ, ഇനിയിപ്പോൾ അരമണിക്കൂർ ഈ ഫുട്ബോൾ കളിയുടെ സമയത്ത് അരമണിക്കൂർ കട്ട് വന്നാൽ ഇനി അത് 1 മണിക്കൂറാവും, 2 മണിക്കൂറാവും. അപ്പോൾ ജനങ്ങൾ തന്നെ പറയും, പ്രൈവറ്റ് മേഖല വരട്ടെ, സ്വകാര്യവൽക്കരിക്കട്ടെ. അങ്ങനെ പറയാൻ വേണ്ടി ആസൂത്രിതമായിട്ടാണ് കറണ്ട് കട്ട്. 10 വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ട് കറണ്ട് കട്ട് വരുന്നത്. അപ്പോൾ കറണ്ട് കട്ട് 10 വർഷത്തിന് ശേഷം ഇപ്പോൾ വരികയാണ്. സാർ, വൈദ്യുതി മേഖല, തുറമുഖത്തിൻ്റെ കാര്യം, കേരളത്തിലെ തുറമുഖങ്ങളിലെ വരും 4 മൈനർ തുറമുഖങ്ങൾ അദ്ദേഹം പറഞ്ഞു. സാർ, അതുപോലെ തന്നെയാണ് നമ്മുടെ സിയാലടക്കമുള്ള കാര്യങ്ങൾ ഇതുപോലെ നിൽക്കുമെന്ന് ഉറപ്പ് മതി, വേറൊന്നും വേണ്ട. ഞങ്ങൾ 370 കോടി രൂപ, ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 370 കോടി രൂപ ആ സിയാലിന് ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്തതാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ. അതിന് മുമ്പ് കൊടുത്തു. സാർ, 570 കോടി രൂപ KFCക്ക് ഞങ്ങൾ ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്തതാണ്. ഓരോ മേഖലയിലും പൊതുമേഖലയ്ക്ക് KSRTC എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ കൊടുത്ത് നിലനിർത്തുന്നതിനെ സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല. സാർ, കരിമണലിനെ സംബന്ധിച്ച് ഇതേ സമീപനം തന്നെയാണ് സാർ. സാർ, ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ, രാഷ്ട്രീയ രംഗത്ത് ചില കാര്യങ്ങളിലൊക്കെ സത്യസന്ധത, ചില കാര്യങ്ങളെല്ലാത്തിലും വേണമെങ്കിലും സാർ, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കരിമണലിനെ പറ്റി. സാർ, നമ്മൾ അതിനെതിരായി, അദ്ദേഹത്തിൻ്റെ കോട്ടാണ്, നമ്മൾ അതിനെതിരായി സമരം ചെയ്യുകയാണ്. ഏതിന്? ഈ കരിമണൽ ഖനനം പൊതുമേഖലയിൽ. നമ്മൾ അധികാരത്തിൽ വന്നാൽ ഖനനം അപ്പോൾ നിർത്തും.
ആലപ്പുഴയുടെ പാരിസ്ഥിതികമായ തകർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആക്കം കൊടുത്തിട്ടുള്ള സംഭവമാണിത്. മുഴുവൻ ഉപ്പുവെള്ളം കയറുകയാണ്. 736 വീടുകളാണ് ഇല്ലാതായത്. ഒരു കോമ്പൻസേഷനും ഇല്ല. ഒരു കാരണവശാലും ഇനി അത് അനുവദിക്കില്ല. ഒരു തർക്കവും ഉള്ള കാര്യമല്ല. ക്ലിയറാണ്. ആ നിലപാടിന് യാതൊരു മാറ്റവുമില്ല. സർ, അവിടെയാണ് കരിമണലിനെ ഇപ്പോൾ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനം. പൊതുമേഖല നിർത്തുന്നതിന് ഞങ്ങൾ ഈ കോറിഡോറെല്ലാം പറഞ്ഞിരുന്നതാണ്. പൊതുമേഖലയെ പോലും ചെയ്യരുത് എന്ന് പറയുന്ന അനുഭവത്തിന് പകരം അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. പ്രസംഗം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് സർ ഓരോ കാര്യത്തിലും. സർ, ഇപ്പോൾ വലിയ വിവാദമായി അടിയന്തരപ്രമേയം വന്നു. ഇപ്പോൾ ബക്കാഴി ബ്രീസർ എന്ന് പറഞ്ഞൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഇടതുപക്ഷം അതിനകത്ത് നികുതി നിശ്ചയിച്ചില്ല. നികുതി നിശ്ചയിക്കാത്തത് ഞങ്ങൾ കൃത്യമായിട്ട് ഹോർട്ടി വൈൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിന് മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ. മറ്റു കാര്യങ്ങളെ ഉദ്ദേശിച്ചിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. വേറൊന്നും കൊണ്ടില്ല. ഫിനാൻഷ്യലി ചിലപ്പം 10-500 കോടി സർക്കാരിന് വരുമാനം വരും. പുതിയൊരു മാർക്കറ്റ് വരും. സർ, കുട്ടികളടക്കമുള്ളവർ കുടിക്കുന്ന ഒരു പുതിയ ബ്രാൻഡ് ഈ ഫ്ലേവേർഡ് ആയിട്ടുള്ള മദ്യം വരുന്നത് അപകടമാണെന്നുള്ളത് കൊണ്ടാണ്. സർ, റേറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഇവിടെ റേറ്റ് നിശ്ചയിച്ചാൽ ഫിനാൻസ് ബില്ല് നേരത്തെ ഇല്ലായിരുന്നു. ഫിനാൻസ് ബില്ല് വന്നാൽ അപ്പം തൊട്ടത് വിൽക്കാൻ പറ്റും. സർ, അങ്ങനെയൊരു കാര്യം അതിനകത്ത് എന്താ സർ, ഇപ്പോൾ എന്താ സർ പുതിയ തരത്തിലുള്ള ബോധം വന്നുകൊണ്ടാണ് അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പറഞ്ഞത് വന്നിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പാണല്ലോ, അദ്ദേഹം പറയുകയാണ്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാനുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികളിൽ എത്തിക്കാനുള്ള അഴിമതിയാണ് ഇതിന് പിറകിൽ. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. സർ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഇക്കാര്യം ഓർമ്മിപ്പിക്കാൻ ശ്രീ VM സുധീരൻ അടക്കമുള്ള നേതാക്കന്മാരെല്ലാം അഭിപ്രായം പറയേണ്ടി വന്നിട്ടില്ലേ? സർ, ഇത് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് രാഷ്ട്രീയമായി സത്യസന്ധത ഇക്കാര്യത്തിൽ പുലർത്തുന്നില്ല. രാവിലെ PM ശ്രീയുടെ ചർച്ച ഉണ്ടായിരുന്നല്ലോ. PM ശ്രീയുടെ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. സാർ, അത് സംബന്ധിച്ച് സത്യസന്ധമായ നിലപാടാണോ? പണം കിട്ടണം, നമ്മുടെ അടക്കം പണമാണ്, ടാക്സാണ് കേന്ദ്രം കളക്ട് ചെയ്യുന്നത്, അതിന് പണം കിട്ടണം പറഞ്ഞല്ലേ സാർ? അത് പറഞ്ഞല്ലോ. ആ ഒരു സമീപനം എടുക്കുകയാണ് സാർ. ഈ ഒരു സമീപനം ഇതിനകത്ത് രാഷ്ട്രീയമായി സത്യസന്ധത ഇല്ലെന്ന് ഞാൻ പറയുന്നത്. സാർ, ഈ ബഡ്ജറ്റിനകത്ത് എവിടെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ കമാന്നൊരക്ഷരം പറയാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ? സാർ, പറയണ്ടേ? അങ്ങനെയാണോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ? സാർ, ഞാൻ 2-3 മിനിറ്റ് അധികം എടുക്കും സാർ. പൊതുവിൽ അങ്ങ് കൊടുത്തതിനേക്കാളും എടുക്കും. സജീന്ദ്രൻ ശ്രീ ബഹുമാനായ സജീന്ദ്രൻ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കിട്ടും സാർ. എല്ലാവർക്കും കിട്ടും സാർ. സാർ അങ്ങ് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്തായിരുന്നു സാർ അത്. അപ്പോൾ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കരുത്. അല്ല, നല്ല കാര്യമാണ്, മെമ്പർമാരുടെ അവകാശം സംരക്ഷിക്കണമെന്നുള്ള സാർ. സാർ, ഞങ്ങൾ ഈ കാര്യം പറഞ്ഞത് ഇത്തരം കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. സാർ, ഇവിടെ ധവളപത്രത്തിനകത്ത് പട്ടികജാതി മേഖലയുടെ കണക്കുകളൊക്കെ ആകെ കുറഞ്ഞെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് സാർ പട്ടികജാതി ഉപപദ്ധതി വിഭാഗത്തിൻ്റെ ഏകദേശം 45% പട്ടികവർഗ ഉപപദ്ധതി വിഭാഗത്തിൻ്റെ ഏകദേശം 25% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് സാർ. ഇതെല്ലാം ആ കൃത്യമായ കണക്കിൽ വരാതെ ഉള്ള കാര്യമാണ് സാർ. അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 22-23 21,635 കോടിയും 2026-27 30,961 കോടിയുമായിട്ട് വർദ്ധിക്കുമെന്നുള്ള കണക്ക് വന്നേക്കും സാർ. ഈ കാര്യങ്ങളൊന്നും പറയാതെ കുടിശ്ശികയുടെയൊക്കെ കാര്യം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനകത്ത് പറയുക സാർ. ഇതിനകത്ത് ഏറ്റവും അവസാനം SC/ST മേഖലയിൽ 300 ചില്ലാനം കോടി കൊടുക്കാനുണ്ടെന്നൊരു കണക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ ആ മറുപടി കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അതിനകത്ത് എന്താ സാർ, മാർച്ച് മാസം വരെയുള്ള മുഴുവൻ ബില്ലുകളും കൊടുത്ത് തീർത്തിട്ടാണ് ഞങ്ങൾ പോയതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു. 5000 കോടിയോളം 5 വർഷം കൊണ്ട് കൊടുത്താണ് സാർ. മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസത്തിൽ വരുന്ന ബില്ല് 100-300 കോടി വരത്തില്ലേ? ഇതെല്ലാം ധവളപത്രത്തിൽ കയറി SC/ST മേഖല കൊടുക്കുന്നില്ല എന്നുൾപ്പെടെ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല സാർ. നെല്ലിൻ്റെയാണ് 2000 കോടി എവിടുന്ന് കിട്ടാനുള്ളതാണ്. UGC 1500 കോടി കേന്ദ്രത്തിന് കിട്ടാനുള്ളതാണ്. അത് തിരുവനന്തപുരത്തെ LDF ഗവൺമെൻറ്റിനെ അല്ല പറയേണ്ടത്, ഡൽഹിയിലിരിക്കുന്ന BJP ഗവൺമെൻറ്റിനെയാണ്. അത് ഗുജറാത്തിനൊഴിച്ച് ഒരൊറ്റ സംസ്ഥാനത്തിന് കൊടുത്തിട്ടില്ല. ധവളപത്രത്തിൽ UGCയുടെ പണം കിട്ടാനുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞത് സാർ. ഇങ്ങനെ അതിനകത്ത് കണക്കുകളാകെ തെറ്റായി പറഞ്ഞു എന്ന് മാത്രമല്ല, അതെല്ലാം ഉപയോഗിക്കുന്നത് ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനാണ് സാർ. സാർ, ഇവിടെ ഈ ഗവൺമെൻറ് നമ്മുടെ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിരുന്ന കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ കട്ട് ചെയ്തു പോയി സാർ. ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സാർ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് സാർ. അതൊക്കെ എടുത്ത് പറയേണ്ടതല്ലേ, എടുത്ത് ഉപയോഗിക്കേണ്ടതല്ലേ, ഇനി കൊടുക്കേണ്ടതല്ലേ സാർ? അതിനെപ്പറ്റി എന്താ സമീപനം എന്ന് പറഞ്ഞില്ല. ബഡ്ജറ്റ് സ്പീച്ച് നിലനിൽക്കുന്നുണ്ടോ, അതിനകത്തെ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ അതിനകത്ത് അപകടം ഉണ്ടാവും സാർ. സാർ, സ്ത്രീ സുരക്ഷയ്ക്ക് 3720 കോടി ഞങ്ങൾ വെച്ചിരുന്നു. 14,500 കോടിയാണ് സാർ ക്ഷേമ പെൻഷന് വെച്ചിരുന്നത്. 400 കോടിയാണ്
കണക്ട് വർക്ക് വെച്ചിരുന്നത്. സാർ ഇതെല്ലാം പണമില്ലാതെ കുറച്ചു. 3720 കോടി രൂപ എന്നുള്ളത് വളരെ ചെറുതായിട്ട് കുറച്ചു. സാർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, നല്ല മനുഷ്യനെ പറ്റി, ഒരു നല്ല മനുഷ്യനെ പറ്റിയാണ്. ഒരാൾ പോയി ഭക്ഷണം കഴിച്ച് കാപ്പി കുടിച്ചു, ബില്ല് കൊടുക്കാൻ നോക്കിയപ്പം പോക്കറ്റ് അടിച്ച് പോയിരിക്കുന്നു. കടക്കാർ അന്നത്തെ കാലം അനുസരിച്ചിട്ട് അരിയാട്ടാനായിട്ട് അപ്പുറത്ത് പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഷർട്ടും പാൻറ്റും ഒക്കെ മേടിച്ച് ആ സമയത്തൊരു മനുഷ്യൻ വന്നു. എത്ര രൂപയായി? ഇത്ര രൂപയായി. പൈസ കൊടുത്തു. എന്നിട്ട് അപ്പം നല്ല മനുഷ്യൻ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തെ കൊണ്ടുപോയിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഏത് പേഴ്സാണ് ഇതിൽ എന്ന് ചോദിച്ചിട്ട് എല്ലാ 5-6 പേഴ്സ് എടുത്ത് കാണിച്ചു. നിങ്ങളുടെ പേഴ്സ് എടുത്തോന്ന് പറഞ്ഞു. സാർ ആ നല്ല മനുഷ്യനെ പോലെയാണ് സാർ 3720 കോടി രൂപ കട്ട് ചെയ്തിട്ട് 600 കോടി KSRTCയുടെ യാത്രയ്ക്ക് കൊടുത്തു. നല്ല കാര്യം സാർ. ഇത് ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഞങ്ങൾ ആ ബസ്സിനകത്ത് പോകുന്നതിനും ആ സന്തോഷത്തിലൊക്കെ പങ്കുചേരുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണമെന്ന് അതിനകത്ത് പറയുന്നുള്ളൂ. സാർ ഓരോ മേഖലയിലും ഇങ്ങനെ ചെയ്തിട്ട് എത്ര കാലം അതിനൊരു ന്യായീകരണവും നല്ല ആർഗ്യുമെൻറ്റും നടത്തിയാൽ മാത്രം പറ്റും സാർ. സാർ ബഡ്ജറ്റിനകത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ വിട്ടുപോയത് ഞാൻ പറയാം. ധനകാര്യമന്ത്രി എന്നല്ലേ മുഖ്യമന്ത്രി ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു. സാർ VS സെൻറ്ററിന് മുൻ മുഖ്യമന്ത്രി VSൻ്റെ പേരിൽ ഒരു സെൻറ്ററിന് ഞങ്ങൾ 20 കോടി വെച്ചിരുന്നു. ഈ പ്രാവശ്യം അതിനകത്തൊന്നും അതിനെപ്പറ്റി പറഞ്ഞില്ല. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. സാർ MC റോഡ് വികസനം ഞങ്ങളെ സംബന്ധിച്ച് 8 ജില്ലക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ സൗകര്യങ്ങളുടെ മേഖലയാണ് സാർ. NH ഇല്ല, സാറിനും അറിയാമല്ലോ. സാറിന് കോട്ടയത്ത് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ ഏറ്റവും വേഗത്തിൽ പോകേണ്ടതല്ലേ MC റോഡ്. അതിനകത്ത് 4700 കോടി രൂപ നമ്മുടെ പദ്ധതിക്കകത്ത് വെച്ചിരുന്നു. കിഫ്ബി വഴിയാണ് സാർ. കിഫ്ബി വഴി എത്രയോ പദ്ധതികൾ നമ്മൾ നടത്തുന്നു. ഇതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടില്ല. MC റോഡ് നമ്മുടെ എല്ലാം പൊതു ആവശ്യമാണ്. MC റോഡ് നമുക്ക് നല്ലതുപോലെ വേണം. ഇതുപോലുള്ള പല കാര്യങ്ങളും അതുപോലെ സാർ ഗിഗ് തൊഴിലാളികളുടെ കാര്യത്തിലും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഓട്ടോറിക്ഷ സ്റ്റാൻഡിനും അവർക്ക് പുതിയ ഇൻഷുറൻസിനും അവരുടെ ഓട്ടോയുടെ പുതിയ ഇലക്ട്രിക് ഓട്ടോ മേടിക്കുന്നതിനും പണം കൊടുക്കുന്ന കാര്യം ഒന്നും ഇതിലില്ല സാർ. സാർ അങ്ങ് മുൻ ധനകാര്യമന്ത്രി കൂടിയാണ്. ഇവിടെ അവതരിപ്പിച്ചത് ഫുൾ ബഡ്ജറ്റ് അല്ലല്ലോ. അങ്ങ് അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇവിടെ നിലനിൽക്കുകയാണ്. അതിനകത്ത് VS അച്യുതാനന്ദൻ്റെ പേരിലുള്ള സ്മാരകത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഇതൊരു പുതിയ ഗവൺമെൻറ് വന്ന ശേഷമുള്ള ഒരു ഫുൾ ബഡ്ജറ്റ് അല്ലെന്ന് അങ്ങേക്കും അറിയാമല്ലോ. എല്ലാ കാര്യങ്ങളും പഴയ ബഡ്ജറ്റിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങ് പറയുന്നത് ഒരു അഷുറൻസ് ആയിട്ട് ഞാൻ എടുക്കുന്നു സാർ. എന്നാൽ എനിക്ക് യാതൊരു തർക്കമില്ല സാർ. ആ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം അത് പിന്നെ എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല സാർ. അത് എനിക്കൊരു സംശയം തോന്നി സാർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ കാര്യത്തിനകത്ത് ഡിഗ്രി സൗജന്യ വിദ്യാഭ്യാസം, നേറ്റിവിറ്റി കാർഡ്, അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സാർ. കശുവണ്ടി മേഖലയിലെ ഒക്കെ ഇങ്ങനെ കുറച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് സാർ. അതുണ്ട് എന്നുള്ളത് ആ അഷുറൻസിനകത്ത് ഞാൻ നിൽക്കുന്നു സാർ. കാരണം പിന്നെ അതുപോലെ വളരെ പ്രധാനപ്പെട്ട സാർ, നമ്മുടെ ഭരണാനുമതി കൊടുത്ത വർക്കുകളിൽ ചിലത് ധനകാര്യമന്ത്രി ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഭരണാനുമതി കൊടുത്ത വർക്കുണ്ട്, ഭരണാനുമതി കൊടുക്കാത്ത വർക്കുണ്ട്, ബുക്കുണ്ട്. ഇതിന് രണ്ടിലും അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അമെൻമെൻറ്റ് അങ്ങനെ വരുത്തിയിട്ടില്ലേ കുഴപ്പമില്ല, അത് വന്നിട്ടുണ്ട്. തുടർച്ചയായതുകൊണ്ട് സാധാരണ ഉണ്ടാവുന്നതിൽ അധികം കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് സാർ. സാർ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാർ. മറ്റൊരു കാര്യം സാർ, ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് സാർ. ലോട്ടറിയുടെ കാര്യത്തിൽ ഡിജിറ്റൽ PS മെഷീൻ സാർ, ഇത് ബഡ്ജറ്റിൻ്റെ അകത്തേക്ക് സാർ മുൻ ധനകാര്യമന്ത്രി എന്ന നിലയിൽ എതിർക്കുന്നല്ലോ ഇതൊക്കെ. ഇത് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്നോട് പറഞ്ഞിട്ടുള്ളത് 4 മിനിറ്റ് സാർ. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പറയുന്നതാണ് സാർ. ഈ ലോട്ടറിയുടെ കാര്യത്തിനകത്ത് അത് പിന്നെ പേയ്മെന്റ് ഹൈവേക്ക് വേണ്ടിയിട്ടാണോ അതോ ഡിജിറ്റൽ മെഷീനുകളുടെ കാര്യം, ഡിജിറ്റലൈസേഷൻ ഒരു കാര്യം പറഞ്ഞു, അത് നിലവിലുള്ള ഏജന്റുമാരുടെയും കച്ചവടത്തെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണോ? അങ്ങനെ പ്രശ്നമാവരുത് എന്നുള്ളതുകൊണ്ട് പറയുന്നുള്ളൂ. കാരണം കേരളത്തിൽ 1 ലക്ഷം പേർക്ക് ജോലി കിട്ടുന്ന ഒരു മേഖലയാണല്ലോ ലോട്ടറി. അതിനകത്തൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് സാർ. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അപകടകരമായ ഒരു കാര്യമായിട്ട് വരാവുന്നൊരു സംഗതി, PM ശ്രീയുടെ കാര്യമൊക്കെ പറയുന്നത് പോലെ നിങ്ങളിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. ബഡ്ജറ്റ് സ്പീച്ചിലെ 33ാമത്തെ പാരഗ്രാഫിൽ സാർ, നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് CET, ഇത് രണ്ടും അതത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കോൺസ്റ്റിറ്റ്വൻ്റ് കോളേജാക്കി മാറ്റി അതിന് സ്വതന്ത്ര സ്വഭാവം കൊടുക്കും. ഞാൻ ഈ കോൺസ്റ്റിറ്റ്വൻ്റ് കോളേജിന് ബേസിക്കലി അങ്ങനെ കൊടുക്കുന്നതിനെതിരല്ല. പക്ഷേ UGC പറയുന്ന നോംസ് അനുസരിച്ച് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കൊടുക്കുമ്പോൾ ഇപ്പം ഗവർണർ നിയന്ത്രിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ഈ കേരളത്തിലെ ഏറ്റവും നല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അതുപോലെയാണ്. ഇതിൻ്റെ രണ്ടും എല്ലാം അതിനകത്തെ സ്വതന്ത്രമാകുമ്പോൾ അതിൻ്റെ സിൻഡിക്കേറ്റ് അക്കാഡമിക് ബോഡീസ് എല്ലാം അങ്ങനെയാവും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാർ. ഇങ്ങനെ ചില കാര്യങ്ങളിൽ ഈ ബഡ്ജറ്റിനകത്തുണ്ട് സാർ. ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് വീണ്ടും ഈ പറഞ്ഞ തരത്തിലേക്ക് അതിൻ്റെ നിയന്ത്രണവും പോകും എന്നുള്ള സ്ഥിതിയുണ്ട്. ഇപ്പോൾ നേരത്തെ രാവിലെ പറഞ്ഞല്ലോ, MG യൂണിവേഴ്സിറ്റിയിലെ 19 സെലക്ട് മെമ്പർമാരും BJPയുടെ ലിസ്റ്റ് അനുസരിച്ചാണ് വെച്ചത് എന്നുള്ള പ്രശ്നം ഇതിനകത്തുണ്ട് സാർ.
സാർ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഉള്ള പ്രശ്നങ്ങളുണ്ട് സാർ. അതുപോലെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ ആ പഴയ കാര്യങ്ങളെല്ലാം കൃത്യമായി സംരക്ഷിക്കുമെന്ന് കരുതുന്നു സാർ. ഇതിനകത്ത് ഈ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും ലീവ് സറണ്ടറും അടക്കമുള്ള കാര്യങ്ങളുടെ പരിഷ്കരണം ഇപ്പോഴാണ് വന്നു സാർ. എല്ലാവരും പ്രതീക്ഷിച്ചു സാർ, വലിയ വലിയ പ്രതീക്ഷകളായിരുന്നു. ആ പ്രതീക്ഷ ഉണ്ടാവട്ടെ. ഞങ്ങൾ അതിനകത്ത് പെൻഷൻ സംബന്ധിച്ച് പറഞ്ഞതും ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് പറഞ്ഞതും ഒക്കെ തുടർന്ന് നടപ്പിലാക്കണമെന്ന് ആഗ്രഹം. കാരണം ജീവനക്കാരെല്ലാവരുടെയും ജീവനക്കാർ സാർ. ഞങ്ങൾ ഗവൺമെൻറ്റിലിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന അതേ ജീവനക്കാരല്ലേ ഇപ്പോൾ ഈ ഗവൺമെൻറ് ഉള്ളപ്പം. അതിനകത്ത് ജീവനക്കാർക്ക് രാഷ്ട്രീയമൊന്നുമില്ല സാർ. അപ്പോൾ അവർക്ക് ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സാർ ഫിറ്റ്മെൻറ്റ് ബെനിഫിറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞു. 10% കൊടുക്കാറുന്ന DA മൊത്തം കൊടുത്തു. അതിനകത്ത് ഫിറ്റ്മെൻറ്റ് ബെനിഫിറ്റും ബാക്കിയെല്ലാം കൊടുത്താൽ ശമ്പള പരിഷ്കരണം പൂർത്തിയാവും സാർ. ഒരു അഷ്വേർഡ് പെൻഷൻ്റെ കാര്യം പറഞ്ഞു. അഷ്വേർഡ് പെൻഷൻ്റെ കാര്യത്തിൽ സംശയമില്ലാത്തതാണ്. അഷ്വേർഡ് പെൻഷൻ നടപ്പാക്കാൻ കഴിയുന്നേ ഉള്ളൂ. അത് നടപ്പാക്കാൻ കഴിയും സാർ. അതുപോലെ പ്രധാനപ്പെട്ടതാണ് കോവിഡ് സമയത്ത് 1 വർഷം മാത്രം അന്ന് സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ നമ്മൾ കൊടുത്തില്ല, ഒറ്റ വർഷം സാർ. അതിനുശേഷം ലീവ് സറണ്ടർ കൊടുക്കാതിരുന്നിട്ടില്ല. ഒരു നിശ്ചിത വരുമാനം വരെയുള്ള താഴ്ന്ന വരുമാനമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കാശായിട്ട് സറണ്ടർ മേടിക്കാം, അതിന് മേളിലുള്ളവർക്ക് PF ചേർക്കാം. ഇങ്ങനെയായിരുന്നു സാർ. ഇപ്പോൾ മൊത്തം ലീവ് സറണ്ടർ തൽക്കാലം അത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുക, കൊടുക്കുമായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം സാർ, വിചാരിക്കുന്ന പോലെ സാമ്പത്തികമായ അബദ്ധമോ അപകടമോ ഇല്ലാത്ത സ്ഥിതി തന്നെയാണ് നമ്മുടെ ധനകാര്യസ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് വന്നപ്പോൾ ഇന്നും ഒരു ഓർഡർ ഉണ്ടല്ലോ, പെൻഷൻ കൊടുക്കാനായിട്ട് 2000 കോടി കൊടുത്തിട്ടുണ്ടല്ലോ സാർ. ഇത് ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കണം. അല്ലാതെ ഇവിടെ അപകടകരമായ സ്ഥിതിയില്ല, കടം വർദ്ധിച്ചിട്ടില്ല, സാമ്പത്തിക സ്ഥിതി വളരെ മോശമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്യാരണ്ടികളിൽ ചിലത് കൊടുക്കാനായി തയ്യാറായിട്ടുള്ളത്. അതനുസരിച്ചിട്ട് സാർ ഈ സംസ്ഥാനത്തെ വിറ്റഴിക്കാനുള്ള നിലപാടെടുക്കരുത് സാർ. സംസ്ഥാനത്തെ വിറ്റഴിക്കാനുള്ള നിലപാടെടുക്കാൻ പാടില്ല. ഇവിടെ കേരള മോഡലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ പഴയ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ആ പശ്ചാത്തലമൊക്കെ ഉപയോഗിച്ച് നമ്മുടെ പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒക്കെ ശക്തമായിട്ട് പോകണം. എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കരുത്. സ്വകാര്യ മൂലധനത്തിന് ഞങ്ങൾ എതിരല്ല സാർ. സ്വകാര്യ മൂലധനം വരണം. പക്ഷേ ക്രോണിക് ക്യാപിറ്റലിസം എന്ന് പറയുന്ന പൊതുമേഖലയെ ചവറ് വിലയ്ക്ക് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്ന വൻകിട കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുന്നൊരു സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിന് ഇതാദ്യമായി ഇത്രയും ശക്തമായി കേരളത്തിലൊരു മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും തയ്യാറാകുന്നു എന്ന പ്രശ്നമുണ്ട് സാർ. സാർ ഇവിടെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് നശിച്ചുപോയി. അപ്പോൾ അല്ല, കമ്മ്യൂണിസം നശിച്ചുപോയില്ല, ഇവിടെ നടപ്പിലാക്കുന്നില്ല സാർ. എന്തായാലും ഇവിടെ ശ്രീ CP ജോണില്ല. അദ്ദേഹം വളരെ മുമ്പ് തന്നെ രാഷ്ട്രീയ അഭിപ്രായത്തോടുകൂടി ഞങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോയത് സമയം പോയി സാർ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അവകാശപ്പെടുന്നതാണ്. അപ്പോൾ അദ്ദേഹം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായമൊക്കെ പണ്ടേ ഉണ്ട്. പക്ഷേ സാർ ഞങ്ങൾക്ക് ഇന്ന സീറ്റ് ഞങ്ങൾക്ക് ഇന്ന സീറ്റ് കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇന്ന കാര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവസരവാദം പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് ചാടിപ്പോയിട്ട് കമ്മ്യൂണിസത്തെ പൊക്കാൻ നിൽക്കുന്ന ആളുകളുണ്ട് സാർ. അവരെ ഈ നേരത്തെ പറഞ്ഞതും പ്രവർത്തിക്കുന്നതും വേറെയാണെന്ന് കണ്ടുകൊണ്ട് അഭിപ്രായം പറയാൻ തയ്യാറാകുമോ സാർ? ഇതേ ഉള്ളൂ സാർ. 10 മിനിറ്റ് 5 മിനിറ്റ് ആയിക്കോട്ടെ. ഇത് എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇത് സംസാരിക്കുന്നില്ല സാർ. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നില്ല. അദ്ദേഹം സംസാരിക്കുകയാണെങ്കിലും പിന്നെ കുറേ എടുക്കില്ല. ഞാൻ നിർത്താൻ പോവാണ് സാർ. എന്ത് കൂടുതൽ പറയേണ്ട കാര്യമില്ല സാർ. അധികം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സാർ. നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് സാർ അധികം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിപ്പോൾ ആർഗ്യൂ ചെയ്ത് ഇതിനെ അയച്ച് ഒന്നും കേൾക്കാതെ സാറേ ഞാൻ 2 ഉദാഹരണം പറയാം. ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്കറിയാം. ഞാൻ 5 വർഷമായിട്ട് ഇവിടെ വരാൻ പറ്റുള്ളൂ സാർ. 5 വർഷമായിട്ട് സാധാരണ ഒരു പേപ്പർ വെക്കുന്നതിന് മുമ്പാണ് തടസ്സവാദം ഉന്നയിക്കുന്നത്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴും ആ തടസ്സവാദമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ് നിങ്ങൾ 5 വർഷമുള്ളെങ്കിൽ ഞാൻ 25 വർഷമായി, ഞാൻ എന്ത് ചെയ്യും സാർ? 5 വർഷമാണോ 25 വർഷമാണോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. നമ്മൾ പരസ്പരം അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയുമ്പോൾ എപ്പോഴും അദ്ദേഹം പറഞ്ഞു ഇത് ഡിസ്കോഴ്സാണ്. ഇതിനകത്തൊരു 50% 60% അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാവുന്ന പോയിന്റാണ്. ഒരു 20% 25% ഉള്ളൂ ഹാർഡ് പൊളിറ്റിക്സിനകത്ത് നമുക്ക് തർക്കം. എങ്ങനെ ആ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ? ബാക്കി കേരളത്തിൻ്റെ കാര്യമല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്താ ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണോ പറഞ്ഞത് കൂടുതൽ? അതുകൊണ്ട് സാർ അത് തന്നെ പറയേണ്ടതാണ്. അവിടുന്ന് ശ്രീ PK ബഷീർ മന്ത്രിയൊക്കെ പറഞ്ഞത് അദ്ദേഹം ഇപ്പുറത്തിരുന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. നല്ലപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് സാർ. സംസാരിക്കുന്നതിനല്ല, ഞങ്ങൾ എന്തായാലും മോശമായ കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സാർ. ഈ ബഡ്ജറ്റ് കേരളത്തിനകത്ത് ഇതുവരെ വന്നിരുന്ന ഒരു പൊതു തുടർച്ചയ്ക്ക് തകർച്ചയുണ്ടാക്കുന്നു. കിഫ്ബി അടക്കമുള്ള നമ്മുടെ ഡെവലപ്മെൻറ്റ് മോഡൽസിനെ പലതിനെയും തകർക്കുകയും നമ്മുടെ നാടിൻ്റെ പുരോഗതി തകർക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യരുത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായി അതിശക്തമായി നമ്മൾ ചിലത് പറഞ്ഞേ പറ്റൂ. രാഷ്ട്രീയമായിട്ടല്ല, അവരുടെ നിലപാട് മറ്റ് സ്റ്റേറ്റുകൾ, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാരെടുക്കുന്ന നിലപാടെങ്കിലും കേരളത്തിലെ ശ്രീ VD സതീശൻ എടുക്കണം. ശ്രീ VD സതീശൻ സർക്കാർ എടുക്കണം. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെടുക്കുന്ന രാഷ്ട്രീയ നിലപാടെങ്കിലും എടുക്കാൻ തയ്യാറാവണം സാർ. സമ്പത്തിൻ്റെ പേരിൽ എന്തും
സംസ്ഥാനത്തിന് കിട്ടുമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ ഹനിക്കുന്ന തരത്തിലേക്ക് നിലപാടെടുക്കാൻ പാടില്ല എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റിൻ്റെ ഈ സ്വഭാവം ഇങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എക്സീഡ് ചെയ്തു.